ആറന്മുളയിലെ ഭഗവാൻ പാർത്ഥസാരഥിയുടെ ക്ഷേത്രത്തിലുള്ള ആറന്മുള വള്ളസദ്യയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇന്നേ ദിവസം 16ഓളം വള്ളങ്ങളാണ് ഭഗവാന് പാട്ടുപാടി വള്ളസദ്യയ്ക്ക് വേണ്ടി പമ്പാ സരസ്സിലൂടെ വളരെ മനോഹരമായ രീതിയിൽ, ചാരുതയാർന്ന രീതിയിൽ കടന്നു വന്നുകൊണ്ടിരുന്നത്. ഭഗവാന്റെ തിരുമുമ്പിൽ വന്ന് പള്ളിയോടങ്ങളിൽ ഇറങ്ങിയ ഭക്തന്മാരും തുഴക്കാരും തോണിക്കാരുമെല്ലാം ചേർന്ന് ഭഗവാന്റെ പാട്ടുപാടി വള്ളസദ്യ നടക്കുന്ന സ്ഥലത്തേക്ക് അണിയണിയായി നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വള്ളസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങൾ അവർക്ക് വേണ്ടി വളരെ സ്വാദോടുകൂടി അവിടെ വിളമ്പി വെച്ചിട്ടുണ്ടാകും. വള്ളക്കാർ ഭഗവാന്റെ പാട്ടുകൾ പാടി, ശ്ലോകങ്ങൾ പാടി അതാവശ്യപ്പെടുന്ന മുറയ്ക്ക് അവർക്ക് അതെത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായവും ആറന്മുളയിൽ നിലവിലുണ്ട്. ഭക്തർ വർഷങ്ങളായിട്ടുള്ള അവരുടെ ജന്മസാഫല്യമെന്ന നിലയിലാണ് ഈ വള്ളസദ്യയ്ക്ക് നേർച്ച നേർന്ന് ദിവസങ്ങൾ എണ്ണി ആ സുദിനം വരണമേ, ഭഗവാന്റെ ആ സമീപത്തെത്തി, ആ അങ്കണത്തിലെത്തി ഈ വള്ളങ്ങളിൽ അവരുടെ നേർച്ച പൂർണ്ണമാകുന്നതും കാത്ത് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. ഒരു ജന്മസാഫല്യമെന്നോണം ദൂരദിക്കങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ വന്ന് ഈ വള്ളസദ്യയിലും പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ അത്യപൂർവമായ ഒരു കാഴ്ച കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലുള്ള ആറന്മുളയ്ക്ക് മാത്രം ഇണങ്ങുന്ന ഒന്നാണ്. പഞ്ചപാണ്ഡവന്മാർ നിർമ്മിച്ച 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുളയിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ ക്ഷേത്രം. പാർത്ഥസാരഥി ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. പമ്പാ നദിയുടെ തീരത്ത് അതിമനോഹരമായ വാസ്തുശില്പ ഭംഗികളോടുകൂടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന അതിമനോഹരമായ, ഭക്തർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് ആറന്മുളയിൽ ഉള്ളത്. പമ്പാ നദിയിലൂടെ അണിയണിയായി ആ പള്ളിയോടങ്ങൾ വരുന്ന മനോഹരമായ കാഴ്ച കണ്ടാലും എത്ര കണ്ടാലും മതിവരാത്ത അതിമനോഹരമായ ഒരു ദൃശ്യമാണ്. ഇത് കാണാൻ വേണ്ടിയാണ് ഭക്തന്മാർ ദൂരദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ